മൂഡിലാണല്ലോ. ആ, അവരൊക്കെ ഒന്ന് കൂടെ വന്നോണ്ടാവും. പിന്നെ അച്ഛനെ കൊണ്ട് വലിയ സഹായമായിരുന്നല്ലേ? ആയിരുന്നോ? നിന്റെ അച്ഛന്റെ കഴുത്തെ പിടിച്ച് ഒരു പൂമാല ഇട്ട് കൊടുക്കാൻ തോന്നി. ചേട്ടനോ? ഓ, ചേട്ടന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. നിന്റെ ചേട്ടന്റെ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് ആദരിക്കണം തോന്നി. ഓ, സമാധാനായി. ഗോപു പിന്നെ എട്ടും പൊട്ടും തിരിയാത്തവനാ. അയ്യോ, എന്നാര് പറഞ്ഞു? അവൻ എട്ടും പൊട്ടും തിരിഞ്ഞൊരു 9 നടക്കുകയായിരുന്നില്ലേ? അപ്പൊ സന്തോഷായില്ലേ? പിന്നെ സന്തോഷായോന്നോ? സന്തോഷം കൊണ്ട് എന്റെ കൺട്രോള് തെറ്റിയിരിക്കുക. നീ പോയി ചോറ് വിളമ്പടി. എനിക്ക് വിശന്ന് കുടലേരിയുന്നു. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങൾ ഒരുപാടുണ്ട്. നമുക്കൊന്ന് കൂടണ്ടേ? ഒരു കോക്ടെയിൽ. അയ്യോ മോനെ, എനിക്ക് കുടുംബപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരിക്കലാവട്ടെ. അതല്ല. അപ്പൊ പിന്നെ വെക്കട്ടെ മോനെ. കേട്ടോടി, എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ഇവരെ ശരിയാക്കിയതെന്ന്. ഞങ്ങളും കൂടെ കൂട്ടിയേർന്നില്ലായിരുന്നു. ഒരു വർഷത്തിനകം അളിയൻ കുത്തുപാള എടുത്തേനെ. വാസ്തവം ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. അവിടെ ഇലക്ട്രീഷ്യന്മാരെന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇരിപ്പുണ്ട്, അനങ്ങാപ്പാറകളായിട്ട്. ഞാൻ ചോദിച്ചപ്പോ പറയാ അവർക്ക് ചെയ്യാൻ പണികളൊന്നുമില്ല. അമ്പട കള്ളന്മാരെ. എന്നിട്ട് അവർക്കുള്ള പണികൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പലതും അഴിപ്പിച്ച് വീണ്ടും പിടിപ്പിച്ചു. അപ്പൊ അതാ കറണ്ട് പോയത്. ആ സമയത്ത് ഞാൻ ഫയലുകൾ കറക്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇവര് മൂന്നാളും കൂടി അവിടെ വന്ന് കുറെ പണിയെടുത്തു കേട്ടു. പിന്നെ നല്ല പണിയായിരുന്നു. അതിനെന്താ കൊടുക്കണ്ടേന്ന് ആലോചിക്കേ. അതിനൊന്നും കണക്ക് പറയാനില്ലെന്നേ. ഒരു കൂട്ട് വെച്ചോടുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അയ്യോ, അപ്പൊ നിങ്ങൾക്ക് എത്ര ശമ്പളം തന്നാലും മതിയാവില്ല അല്ലേ മോനെ? ശമ്പളോ? ഞങ്ങൾക്കോ? ശമ്പളം വാങ്ങിക്കാൻ ഞങ്ങൾ തൊഴിലാളികളോ? ഞങ്ങൾ കൂട്ടുകച്ചവടക്കാരാണ്. അപ്പൊ വീതമാണ് കിട്ടേണ്ടത്. എന്ത് വീതം? ലാഭവീതം അല്ലേ അളിയാ? ഓരോരുത്തർക്ക് കിട്ടേണ്ടത് ഞാൻ തന്നിരിക്കും. അതിപ്പോ തുല്യമായിട്ട് വീതിക്കണമെന്നില്ല. ഓരോരുത്തരുടെ ഗ്രേഡ് അനുസരിച്ച് വീതിച്ചാ മതി. അതെനിക്ക് മനസ്സിലായില്ല. അതെന്ത് ഗ്രേഡ്? അല്ല, അച്ഛന്റെ ഗ്രേഡ് എന്താ? എന്റെ ഗ്രേഡ് എന്താന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ, നീ അളിയൻ, അങ്ങനെ കുറഞ്ഞു വരും ഗ്രേഡ്. അയ്യടാ, നമ്മുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഗ്രേഡ് ഒന്നും വേണ്ട. വീതിക്കുമ്പോ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കണം അല്ലേ അളിയാ? ഭക്ഷണം നല്ലോണം കഴിച്ചില്ലല്ലോ. വേണ്ട, വയറ് നിറഞ്ഞു. പിന്നെ അവരെന്തേലൊക്കെ പറഞ്ഞിട്ടുണ്ടേ എന്നെ ഓർത്ത് ക്ഷമിക്കണം. അവർക്ക് അതിനുള്ള വിവരമില്ലെന്ന് കൂട്ടിയാ മതി. ഹേയ്, വിവരമില്ലാത്ത എനിക്കാ. അപ്പോ ഏകദേശം എത്ര രൂപ വരുമാനം ഈ അടുത്തുണ്ടാവും? കൃത്യമായി അറിയില്ല. എന്നാലും ഒരു 10 ലക്ഷം വരുമോ? ഒന്ന് മിണ്ടടോ മനുഷ്യ. വരും. അങ്ങനെ വരട്ടെ. ഒരു കൂട്ടുകച്ചവടം ആകുമ്പോ കണക്ക് കൃത്യമായിരിക്കണം. നരേന്ദ്രൻ പറ്റിക്കുന്നില്ല കേട്ടോ പറഞ്ഞത്. പിന്നീടൊരു കച്ചവശം ഉണ്ടാവരുതല്ലോ. അതുകൊണ്ട് കൃത്യമായ കണക്ക് എന്നെ കാണിക്കണം. ലാഭത്തിന്റെ നല്ലൊരു ഭാഗം അവർക്കുള്ളതാണെന്നാ ഇപ്പൊ എല്ലാരോടും പറയുന്നത്. അക്കൗണ്ട്സിൽ നിന്നും കണക്കുകൾ എടുത്ത് പരിശോധിക്കുന്നതായി പറഞ്ഞു. നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ വേണം, അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാവും. ഓ, ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലായി. എനിക്കും അങ്ങനെ തന്നെ തോന്നി. വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് ഇറങ്ങിപ്പോടോ. സാർ, ഇത് ബാർബിലാണ്. സാർ ഒപ്പിട്ടാ പേ ചെയ്യാറ്. ഏത് ബാർബില്? എനിക്ക് ബാറിൽ പോയി കുടിക്കുന്ന ശീലമില്ലല്ലോ. സാറല്ല, ഭാസ്കരൻ സാറാ. അതെ, നല്ലൊരു തുക വരും. തൽക്കാലം പേ ചെയ്യണ്ട. ഈ ബില്ലിന് നമ്മുടെ കമ്പനിയുമായിട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് ചെന്ന് പറഞ്ഞേക്ക്. യെസ് സാർ. സാർ, ഈ ബില്ലുകൾ ഇനി എന്ത് ചെയ്യണം സാറിനെ ഒന്ന് പറഞ്ഞേ. ആ നരേന്ദ്ര സാറിനോട് ഒരു ബന്ധം വെച്ചാൽ ഞങ്ങൾ ഇത് ചെയ്തു. വൃത്തിയായിട്ടോ സാർ എന്ത് പറഞ്ഞോ? തന്നെ അല്ലോടോ പറഞ്ഞേ. ഞാൻ എന്റെ അളിയനെ പറഞ്ഞ ബില്ല് തെണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ തരും. മനസ്സിലായി? എങ്കിൽ കാശും കൊണ്ടുവരും. അയ്യോ, ഇപ്പൊ എന്റെ കാശില്ല. എസ്റ്റേറ്റിന്റെ ലാഭവിഹിതം കിട്ടട്ടെ, അപ്പൊ തന്നെ. മര്യാദക്ക് കാശ് വെച്ചിട്ട് പോണതാ നല്ലത്. ഇല്ലേ തടികടാവും. എടുക്കണോ ആ ബില്ലും തന്നെ? ഇത് ചെറിയ തുകയല്ലേ ഉള്ളൂ. നരേന്ദ്രൻ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ.
നരേന്ദ്രൻ അളിയനാ അല്ലേ? അളിയൻ ആവശ്യമുള്ളത് കഴിച്ചു. ഒരു ഡബിൾ ലാർജ്. വേഗം കൊടുക്കണോ? എന്നാലും ആ നരേന്ദ്രൻ കാണിച്ചത് തെണ്ടിത്തരമായിപ്പോയി. ഇത്രയും നേരം പറഞ്ഞിട്ടും നിനക്ക് കാര്യം മനസ്സിലായില്ല? അതോ മനസ്സിലായില്ലെന്ന് ഭാവിക്കുകയാണോ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. സ്വന്തം അളിയനൊരു അപകടത്തിൽ പെട്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത നീ ഒരു അളിയനാണോ? ആണോ? ഒന്ന് വേണ്ട വേണ്ട. നീ ഇല്ലേലും എനിക്ക് മാലിന്യമായിട്ട് ജീവിക്കാം. അതിൽ നീ അല്ലാതെ വേറെ എങ്കില്ല മാലിന്യം വേണ്ടടാ. നിന്നേക്കാൾ വലിയ പണക്കാർ, ഇതിനേക്കാൾ വലിയ ബംഗളാവുള്ളത്. അവരൊക്കെ ഈ പകരുടെ പാക്കറ്റിലാണോ? പാക്കറ്റില് നിനക്കറിയാം. വേണ്ട, താഴേക്ക് പോരുത്. കുടിച്ചാ ചേട്ടൻ ഇങ്ങനെ അച്ഛനെ വരെ വീട്ടിൽ വന്ന് ചീത്ത പറയും. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച പോരെ. എന്നെ ഓർത്ത് ക്ഷമിക്കണം. നിന്നെ ഓർത്ത ഇത്ര നേരം ക്ഷമിച്ചത്. ഇനി അവൻ നാവിട്ടലച്ചാലുണ്ടല്ലോ, നിന്റെ ഏട്ടനെ നോക്കൂല. താഴ്വരുടെ നട്ടല്ലിയും ചവിട്ടി ഓടിയും. ഗുഡ് നൈറ്റ്. വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാന്ന്. എന്തിനാ വരാൻ പറഞ്ഞു? അതൊക്കെ പറയാം, നീ അങ്ങോട്ട് ഇരിക്കേ. അയ്യോ, എന്താ ഈ പറയണേ? എന്താ മാല ഇടിഞ്ഞു വിടുന്ന കാര്യമൊന്നുമല്ലല്ലോ, നീ അങ്ങോട്ട് ഇരിക്കേ. വേണ്ട, ചിലപ്പോ പെട്ടെന്ന് സാറ് വരും. വരില്ല, അളിയൻ എസ്റ്റേറ്റിൽ പോയിരിക്കുക. ഞാൻ പറയുന്നത് ഇറങ്ങി പൊടി. ഇങ്ങോട്ട് പോടാ. എന്താ ഇത്? എന്നെ എങ്ങോട്ടാ പിടിച്ചോണ്ട് പോണത്? ഈ പെങ്കൊച്ചിന് മാനക്കേടുണ്ടാക്കി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം ഇവിടെ വെച്ച് നടത്താൻ പോവാ. വലിയ ഉപകാരം. എനിക്ക് ഇവിടെ ഇഷ്ടമാണ്. കല്യാണം കഴിപ്പിച്ചു തന്നാ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. എടാ, ആര് പറഞ്ഞിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അത് പിന്നെ പറയണോ? നരേന്ദ്ര സാറ് പറഞ്ഞിട്ടാ. എന്താ ഇവന്റെ തലയിൽ ഇവിടെ വെച്ച് കെട്ടാൻ അവൻ പറഞ്ഞോ? ഇന്ന് തന്നെ ഈ വിവാഹം നടത്തണം നരേന്ദ്ര സാർ ഏൽപ്പിച്ചതാ. അത് നടക്കില്ല എന്ന് അവരോട് പോയി പറഞ്ഞേട്ടാ. ഞങ്ങള് തമ്മിൽ ഇഷ്ടമാണ്. എത്ര കാലമാണ് നീ അവന്റെ ടൈപ്പിസ്റ്റ് ആയിട്ട്? പറയണേ. 3 വർഷമായി. ഈ 3 കൊല്ലം നീ അവന്റെ വെപ്പാട്ടി ആയിരുന്നില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണേ. ഈ പാവത്തിന്റെ തലയിൽ നിന്നെ പോലെ ഒരു സാധനത്തിനെ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെന്താ വേണ്ടത് എനിക്കറിയാം. അളിയാ, അനിയനെയും കൊണ്ട് വണ്ടി കയറ്. ഇവരെ നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലെടുത്ത് ഞാനങ്ങ് വന്നേക്കാം. ഓ, നിന്ന് കിണുങ്ങാതറി. നിന്റെ തന്ത എന്റെ ഗോഡൌണിലാണെന്ന് ഓർമ്മ വേണം. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. നരേന്ദ്രൻ നിന്നെ കയറി പിടിച്ചു, നീ എതിർത്തു, അപ്പൊ അവൻ നിന്നെ തല്ലി. ഇതിന്റെയൊക്കെ ദൃക്സാക്ഷി ആ ചെറുക്കൻ. ഇന്ന് തൊഴിലാളി നേതാക്കന്മാർ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തുമ്പോ ആ ചെറുക്കന് നീയും ഇതങ്ങ് സമ്മതിച്ചേക്കണം. ഇതെല്ലാം ആ ചെറുക്കൻ സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കോടാ. ഗോപുവിന്റെ വാക്കുകളാ പ്രശ്നങ്ങളൊക്കെ അട്ടിമറിച്ചത്. അവൻ സാറിനെതിരെ ഇങ്ങനെ പറയൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. തൊഴിലാളികൾ മൊത്തം ഇളകിയിരിക്കുക. അവരൊക്കെ ആ പെണ്ണും ചെറുക്കനും പറയുന്നത് മുഴുവനും വിശ്വസിച്ചിരിക്കുക. ഇതിന്റെയൊക്കെ പിന്നെ ചുക്കാൻ പിടിക്കുന്നത് അവനാ, ആ പ്രഭാകരൻ. എന്താ നരേന്ദ്ര
നീ ഞങ്ങളോടൊക്കെ പിണങ്ങിയോ? നിന്നോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല ഞങ്ങൾ അങ്ങോട്ട് വരാതിരുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വളരെ മോശമായ വാക്കുകളാണ് ആ തള്ളമാരും ഞങ്ങളോട് പറഞ്ഞത്. നിനക്കറിയോ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളെ നിനക്ക് കൂട്ടിത്തന്നാ ജീവിക്കുന്നതെന്നും മേലാൽ ആ വീട്ടിൽ കയറരുതെന്നും പറഞ്ഞു. ആ, അതൊക്കെ പോട്ടെ. ക്യാപ്റ്റനും മത്തായിയും കൂടി നിർബന്ധിച്ച എന്നെ ഇപ്പൊ ഇങ്ങോട്ട് അയച്ചത്. ഈ അവസ്ഥയില് നീ ഒറ്റപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീ ഞങ്ങൾക്ക് സ്വന്തം മോനെ പോലെയാ. ഞങ്ങള് ഞങ്ങളുടെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ. അതൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഞാനിത് വിശ്വസിക്കില്ല. സത്യം പറയടാ, എന്താ സംഭവിച്ചത്? സത്യം പറയാൻ. എന്താ മോളെ ഈ കാട്ടണേ? അവനെ വിട്. ഇല്ല, നരേന്ദ്രൻ അത് ചെയ്യില്ല. എനിക്കത് ഉറപ്പാ. ഇന്നലെ കണ്ട ഭർത്താവിനാണോടി നിന്റെ കൂടപ്പിറപ്പിനേക്കാളും നിനക്ക് വിശ്വാസം? അല്ലെങ്കിൽ തന്നെ ഗോപു എന്തിന് കള്ളം പറയണം? ഇനി അതും അല്ലെങ്കിൽ ഞാനൊന്നും ചോദിക്കട്ടെ, ഇത്രയും നേരമായിട്ട് അവനെന്താ കാണാത്തത്? നമ്മുടെയൊക്കെ മുഖത്ത് നോക്കാനുള്ള തന്റെ ഇടം ഇല്ലാഞ്ഞിട്ട്. അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ളത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നാ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പിടിയില്ല. എന്താ നരേന്ദ്രേട്ടാ ഇത്? ഞാൻ എന്തൊക്കെ കേക്കണേ? എന്തൊക്കെയാണ് നീ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പറയടാ ചേട്ടേ. തന്റെ വെപ്പാട്ടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച അത്രയും ചെറ്റിത്തരം ഞാൻ കാണിച്ചിട്ടില്ല. എടാ, എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ. കൊന്നുകളഞ്ഞ എല്ലാത്തിനെയും. എല്ലാവർക്കും വേണ്ടത് ഓഹരിയാണല്ലേ? ഇയാൾക്ക് വേണം ഓഹരി? വേണ്ട. മരിച്ചുപോയ എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കണ്ടത്. എനിക്കില്ലാതെ പോയ കൂടപ്പുറപ്പുകളുടെ സ്ഥാനത്താണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കണ്ടത്. എനിക്ക് തെറ്റി. മനസ്സാക്ഷിയില്ലാത്ത കുറെ വർഗങ്ങളെ ഞാൻ എന്റെ കൂടെ താമസിപ്പിച്ചത്. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഇനി എന്റെ ഭാര്യ മാത്രം മതി എന്റെ കൂടെ. ബാക്കി എല്ലാം ഇറങ്ങിക്കോണം. നാളെ നേരം വെളുക്കുമ്പോ ഒരെണ്ണത്തിന്റെ തലവെട്ടെങ്ങാനും ഇവിടെ കണ്ടുപോയാ എല്ലാത്തിനും കൊന്നു കുഴിച്ചു മൂടും ഞാൻ. മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ ബന്ധുവീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെ പറ്റേപോലാട്ടാന്നോ? ഉമ്മ ഒന്ന് ഒച്ചപ്പെക്കാണ്ടിരി. നമ്മളെ പോലെ തന്നെയല്ലേ അവരും. അവരെ വിളിച്ചു വരുത്തിയാലേ അപമാനിച്ചേക്കണേ. എന്റെ അല്ലോ, എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല. നാളെ കൂടെ പൊറുക്കാൻ വേറെ ഒരുത്തി കൂടി ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാന്നാ? അത് എന്നോട് ചോദിക്ക്, ഞാൻ പറയാം. വല്ല നരപ്പറ്റയിലും സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന എന്നെ നിങ്ങളെ കണ്ണേ പാലേന്നും പറഞ്ഞ് വലിച്ചു കെട്ടി കൊണ്ടുവന്നത് ആരാ? നിങ്ങളുടെ പരിപാലന അല്ലേ? ഇപ്പൊ ഇറങ്ങി പോവാൻ പറഞ്ഞത് ആരാ? അവനാ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കൊടുത്തല്ലേ പറ്റുമ്മ. അതേടി, ഇറങ്ങാൻ തന്നെ തീരുമാനം. പക്ഷേങ്കി അതൊരു വെറുതെ ഇറക്കായിരിക്കില്ല. അവനൊരു പാഠം പഠിപ്പിച്ചോണ്ടല്ലേ ഇറക്കായിരിക്കൂടി. സ്വന്തം അമ്മായിമോടും അമ്മായിച്ചനോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് അവൻ മനസ്സിലാക്കണം. അവൻ നിങ്ങളുടെ കാക്കിൽ വരണം, നിങ്ങളോട് മാപ്പ് പറയണം. എന്തേ? അങ്ങനെ അവനെ തോപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തേ തോന്നില്ല? നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നിന്നു. എന്നാ അവനെ ഞാൻ വരച്ച വരയിൽ കൊണ്ടുവരാം. ഉമ്മ പറഞ്ഞതാ. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി. ഞമ്മടെ ഇറങ്ങായി. നിങ്ങളുടെ മോള് ഒപ്പം ഇറങ്ങണം. എന്തേ? ഇങ്ങോട്ട് പറഞ്ഞ നിങ്ങളുടെ മോളെ ഇറങ്ങൂലേ? ഇറങ്ങും. ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ അവളെ ഇറക്കും. എന്നാ ഞമ്മക്ക് പോവാം.